ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ഫ്ലാറ്റ് കോളറുമായിട്ടാണ് വന്നേക്കുന്നത്. ഫ്ലാറ്റ് കോളർ എന്ന് പറയുമ്പോൾ ഞാൻ ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം ഒരു 5 ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ. ബാക്കി കോളർ എടുക്കുന്ന വിധമെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. എന്നാലും ഞാൻ പറയാം, 16 ഇഞ്ച് ഷോൾഡറാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 8 ഇഞ്ചാണ് കൈക്കുഴി. ആം ഹോൾ ഡെപ്ത് വരുന്നതും 8 തന്നെയാണ് കേട്ടോ. 8 ഇഞ്ച് ഷോൾഡറും 8 ഇഞ്ച് ആം ഹോളും വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഫ്രണ്ടിലും ബാക്കിലും എങ്ങനെയാണ് കഴുത്തെടുക്കുന്നതെന്നാണ് കേട്ടോ. അപ്പൊ ഞാൻ ഇതിൽ നെക്ക് ഷോൾഡർ എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ്. ഇതിന്റെ നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്, നെക്ക് അകലം എടുക്കുന്നത് 4 ഇഞ്ചാണ്. 4 ഇഞ്ച്. ഓക്കെ, 4 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുക്കുന്നത്. ഫ്രണ്ട് നെക്ക് ലെങ്ത് എന്ന് പറയുന്നത് ഞാൻ എടുക്കുന്നത് 5 ഇഞ്ചാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 5 ഇഞ്ച്, 5ഓ 5.5ഓ 6ഓ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പക്ഷെ ഇത് അങ്ങനെ നന്നായിട്ട് ഫ്ലാറ്റ് ആയിട്ട് കിടക്കും, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് 5ആണ് കേട്ടോ. 5.5 വേണേലും എടുക്കാം. അപ്പൊ ഞാൻ 5 മാറ്റി 5.5 ആക്കുകയാണ്. ഓക്കെ, 5.5 എടുത്തു. അപ്പൊ നമ്മള് ഫ്രണ്ടാണ് 5.5 എടുത്തേക്കുന്നത്. ഇതിനെ നമ്മൾ സ്ക്വയർ പോലെ തന്നെ വരയ്ക്കണം കേട്ടോ. അപ്പോ ഷോൾഡർ എടുത്തു, ആം ഹോൾ എടുത്തു. ഓക്കെ, ഫ്രണ്ട് നെക്ക് ലെങ്ത് എടുത്തു. ബാക്ക് നെക്ക് ലെങ്ത് ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ്. അതും ഞാൻ എടുത്തിട്ടു. ഓക്കെ, ഇത്രയും മനസ്സിലായി കാണുമല്ലോ. ഇനി ഫ്രണ്ടിൽ നമ്മൾ 3/4 ഇഞ്ചാണ് ഷോൾഡർ സ്ലോപ്പ് എടുക്കുന്നത്. സ്ലോപ്പ് കൊടുത്തു. ഫ്രണ്ട് അറിയാലോ, ഫ്രണ്ട് നമ്മൾ എടുക്കുന്നത് 7.25 വരും. അതിന്റെ പകുതി എടുക്കുക, 3/4 കൊടുക്കുക, ഷേപ്പ് ചെയ്യാം. ഓക്കെ, ഷേപ്പ് ചെയ്തു. ബാക്ക് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. ഇനി ഫ്രണ്ടും ബാക്കും നമ്മൾ എങ്ങനെയാണ് കഴുത്ത് വരയ്ക്കുന്നത്? കഴുത്ത് നമ്മൾ സാധാരണ നെക്ക് ചുരിദാറിന് വരയ്ക്കുന്ന പോലെ സാധാരണ തന്നെ വരച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന്റെ ഈ കട്ടിങ്സ് വെച്ചേക്കണം. ഈ കട്ടിങ് തന്നെ നമ്മൾ വെച്ചിട്ടാണ് കോളർ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഇത് വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ, അതേ സാധാരണ നമ്മൾ വരയ്ക്കണ പോലെ തന്നെയാണ് വരച്ചേക്കണത്. ഓക്കെ, 5.5 എടുത്തു, ബാക്കിൽ 2 എടുത്തു. ഫ്രണ്ടിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്പണിങ്സ് കൊടുക്കാം. അപ്പൊ ഇത്രയും മാത്രമേ ഉള്ളൂ ഇതിൽ പറയാൻ. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുത്തിട്ട് ഈ പീസ് നമ്മൾ സൂക്ഷിച്ചു വെക്കണം. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ചിങ്ങിൽ ആ പീസ് നമുക്ക് കോളർ എടുക്കാൻ ആവശ്യമാണ്. കോളർ എടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇനി സ്റ്റിച്ചിങ്, ഇത് കോളർ എടുക്കുന്നതും സ്റ്റിച്ചിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കോളർ എടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കുകയാണ്. അപ്പൊ ഇങ്ങനെ അടയാളപ്പെടുത്തി ഞാൻ വരച്ചിട്ടു. ഇത് കണ്ട, ഇത് ഓപ്പൺ ആണ്, ഇത് ഫോൾഡ് സൈഡാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ ബാക്ക് പീസ്, ഈ ബാക്ക് പീസ് ഇത് 4 ഇഞ്ച് എടുക്കുക. ഇവിടുന്ന് ഇവിടെ വരെ 4 ഇഞ്ച് എടുക്കുക. പിന്നെ ഈ പീസ്, ബാക്ക് പീസ് ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നമ്മൾ അടയാളപ്പെടുത്തുക. അത് ഞാൻ അടയാളപ്പെടുത്തി. ഓക്കെ, അതിനുശേഷം ഈ പീസ്, ഇത് ഫ്രണ്ട് പീസിന്റെ നമ്മൾ കഴുത്ത് വെട്ടിയതാണ്. ആ കഴുത്ത് വെട്ടിയത് ഭാഗം ഇങ്ങനെ വെക്കുക. കണ്ടോ? അതിനെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യുക. പക്ഷേ ഇവിടെ നമുക്ക് വേറൊരു കാര്യമുണ്ട്. ഇവിടുന്ന് 1/2 ഇഞ്ച് ഇങ്ങോട്ടേക്ക്, 1/2 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കണം. അത് ഞാൻ കേട്ടോ, 1/2 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക. ഇവിടെ വരുമ്പോൾ ഇതുമായിട്ട് അങ്ങ് ലയിച്ചു പോവുക. ഓക്കെ, ഇതിവിടെ വരുമ്പോൾ നമുക്ക് ഇതുമായിട്ട് ഇങ്ങോട്ട് ലയിച്ച് ഇങ്ങനെ പൊയ്ക്കോട്ടെ. പറഞ്ഞ മനസ്സിലായോ? ഇത്രയും മനസ്സിലായല്ലോ. ഇത് സിമ്പിൾ വേ ആണ് ഇതെടുക്കാൻ. അത് ഇങ്ങനെ ഇറങ്ങിയ കഴുത്ത്, അതായത് ഫ്രണ്ടിൽ 5.5 ഇഞ്ചാണ് ഇറക്കം എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് മനസ്സിലായോ? ഇത് വെച്ചേക്കണ രീതി കണ്ടല്ലോ. ഇത് വെച്ചേക്കണം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, പിന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഇത് പിടികിട്ടി കാണുമല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഷേപ്പ് എടുത്തതിന് ശേഷം നമുക്കിവിടെ ഏത് ഷേപ്പാണ് വേണ്ടതെന്ന് നോക്കുക. എന്നിട്ട് ആ ഷേപ്പിൽ
നമുക്ക് എത്ര ആണോ വേണ്ടത്, കോളറിന്റെ ലെങ്ത് ഇവിടെ നിന്നാണ് ഇനി ലെങ്ത് എടുക്കേണ്ടത് കേട്ടോ. ഇവിടെ നിന്നാണ് ലെങ്ത് നിങ്ങൾ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്ര ആണ് എടുക്കേണ്ടതെന്ന് നോക്കാം. 1 ഇഞ്ചാണെ 1 ഇഞ്ച്, 1/4 ഇഞ്ചാണെ 1/4 ഇഞ്ച്, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ എടുക്കുന്നത് 1 ഇഞ്ച് കേട്ടോ. 1 ഇഞ്ച്. നമുക്ക് ഈ മാർക്കർ വെച്ച് വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അത് ചെയ്യാൻ. പക്ഷെ നിങ്ങൾക്ക് നന്നായി കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്കർ വെച്ച് വരച്ചത് കേട്ടോ. കണ്ടോ, ആ കഴുത്തിന്റെ ഷേപ്പിന് തന്നെ നമുക്ക് പീസ് കിട്ടി. അപ്പൊ ഇവിടെ നിങ്ങൾ അരയിഞ്ച് ഇറക്കി വേണം ഇവിടെ താഴെ വരുമ്പോൾ നിങ്ങൾ അതുമായിട്ട് ലയിപ്പിച്ചു പോകണം. ഓക്കെ, ഇനി ഇത് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ അയൺ ചെയ്ത് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഞാനിത് ഒരു 6 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് ഇവിടെ നമ്മൾ നൈറ്റിക്ക് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഈ പീസ് പിടിപ്പിക്കണം. അപ്പൊ പീസ് പിടിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിങ്ങനെ മടക്കിയിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് നൂല് തന്നെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. കാരണം ഇനി അടുത്ത കോളർ അടിക്കുമ്പോൾ ഈ നൂല് മാറ്റിയാൽ മതിയല്ലോ. പീസ് ഇങ്ങനെ പിടിപ്പിക്കുക കേട്ടോ. ഈ പീസും അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കരുത്, അല്ലാതെ നമ്മൾ ആ കട്ട് ചെയ്ത ആ ഭാഗത്ത് വെച്ചിട്ട് അടിക്കുക. നമുക്ക് എന്തോരം തയ്യൽ തുമ്പാന്ന് നോക്കിയിട്ട് വേണം കേട്ടോ അവിടെ അടിക്കാൻ. പീസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് കണ്ടോ. മറിച്ച് നമ്മൾ ഇട്ടു. ഇനി ഇതിനെ നമ്മൾ പൈപ്പിംഗ് പോലെ ചെറിയൊരു വീതിയിലാക്കി ഇങ്ങനെ എടുക്കണം. ചെറിയ വീതിയിൽ പിൻ ചെയ്ത് കൊടുക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പിൻ ചെയ്ത് കൊടുക്കാം. ഇതും അതേപോലെ തന്നെ അതേ അളവിൽ മറിച്ച് നമുക്ക് കറക്റ്റ് ആണോ എന്ന് നോക്കാം. ഒരു സൈഡ് കൂടുതലാണ്, അപ്പം അതിന് നമ്മൾ കുറച്ച് കൊടുക്കുക.
ഒരേ അളവിൽ വെച്ചിട്ട് അടിക്കണം ഇത്. കണ്ടോ? രണ്ടും ഒരേ അളവായിരിക്കണം കേട്ടോ. രണ്ടും ഒരേ അളവിൽ വേണം ചെയ്യാൻ. കണ്ടോ? ഇങ്ങനെ അടിച്ചെടുക്കുക. അപ്പൊ ഇവിടെ ഇങ്ങനെ വന്നു. ഇങ്ങനെ നമുക്ക് യോജിപ്പിച്ച് വെക്കാം. അതിന് നമ്മൾ ഒരു പീസ് കൂടെ എടുത്ത് എൻ്റെ ഇടയ്ക്ക് വെച്ച് കൊടുക്കണം. അപ്പൊ ഈ പീസ് തന്നെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം, പക്ഷെ അതൊരു ഫിനിഷിങ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇതിങ്ങനെ എടുത്ത് നമുക്ക് വെക്കാം. വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പക്ഷെ അതൊരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു പീസ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. ഇവിടെ നന്നായിട്ട് അടിച്ച് ലെവൽ ചെയ്ത് വെക്കണം, ഇല്ലെങ്കിൽ അത് വിട്ടുപോകും. ഇങ്ങനെ ഒരു പീസ് എടുക്കുക. എടുത്തിട്ട് ഇതിനെ നമ്മൾ അടിച്ചെടുത്തിട്ട് തിരിച്ചെടുക്കാം. കണ്ട? തിരിച്ചെടുത്തിട്ട് വീണ്ടും അത് നമുക്ക് നല്ല ഷേപ്പിൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേ സ്റ്റിഫ് തന്നെ മടക്കി വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ നമ്മൾ കസ്റ്റമറിന് കൊടുക്കാനാണ്. നമുക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. കസ്റ്റമറിന് കൊടുക്കുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണം, ശരിയല്ല. ഇത് നമുക്കിനി ഇതിപ്പോൾ ഇത്രയും ഞാൻ കഴുത്ത് ഇറക്കിയത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ മൊത്തം ക്ലോസ് ചെയ്യാൻ പോണത്. നിങ്ങൾ അങ്ങനല്ല, കുറച്ച് ഒരു 3.5 ഇഞ്ച് ഫ്രണ്ട് നെക്ക് ലെങ്തേ ഉള്ളെങ്കിൽ നമുക്ക് ഇതും ഒന്ന് ഇറക്കി കൊടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കൂടെ നമുക്കിത് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇവിടെ വരെ വല്ല ഇത്രയും വല്ല ഓപ്പണിങ് കൊടുത്തിട്ട് ബാക്കി ഇങ്ങനെ ഇത് കണ്ട ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കൂ, കണ്ട ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഇവിടെ ഹുക്കോ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ അത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണേലും ചെയ്യാം, ഇത് ഏത് മോഡലിലും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് ഇത്രയും ഓപ്പണിങ് മതി, ബാക്കി എനിക്ക് കോളർ വെക്കാനാണ്. അപ്പം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്യാണ്. ഓക്കെ. ഈ പീസ് ഹെം ചെയ്ത് കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ വൃത്തികേടാണ്. നന്നായിട്ട് ഹെം ചെയ്തു. നമ്മൾ പൈപ്പിങ്ങിന് പകരം ചെയ്തതാണ് സ്റ്റിഫ് വെച്ചിട്ട് കേട്ടോ. അപ്പൊ ഇവിടെ സ്റ്റിഫ് ഇങ്ങനെ കട്ടിക്കിരിക്കുമ്പോൾ പൈപ്പിങ് പോലെ തന്നെ തോന്നും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. അപ്പൊ ഇനി നമുക്ക് ഈ പീസ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. ഇതുമായിട്ട് നന്നായി ജോയിൻ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഞാൻ ഒരു ശകലം മാത്രം ഇങ്ങനെ സ്പേസ് വിടുകയാണ്. ഞാൻ അടിച്ചു കഴിഞ്ഞു കണ്ട. ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ കൂട്ടിയിട്ട് കോളർ ജോയിൻ ചെയ്യാം. ഷോൾഡർ തമ്മിൽ കൂട്ടുന്നത് നല്ല വശം വെച്ച് വേണം കൂട്ടാൻ.
നമ്മുടെ കോളർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ബട്ടൺസ് ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഉണ്ട്, നല്ല സ്റ്റൈലായിട്ട് നമുക്ക് കോളർ റെഡിയാക്കാം. ഇത് ഫ്രണ്ട് ഞാൻ 5.5 ഇറക്കി വെക്കണത്. അപ്പം നിങ്ങൾ സ്റ്റിഫ് എടുക്കുമ്പോൾ ഇത്തിരി കൂടുതലൂടെ എടുക്കണം കേട്ടോ. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഇത്തിരി കൂടുതൽ എടുത്തേക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ തികയാതെ വന്നാലോ. തുടക്കം അല്ലെങ്കിൽ കറക്റ്റ് എടുത്ത് ചെയ്താൽ മതി, അവർക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അപ്പം ഈ നെക്ക് ഇനി ഞാൻ നന്നായിട്ട് ബട്ടൺസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ നെക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നിങ്ങൾ.